ഏതോ ഒരു നല്ലൊരു ഡോക്ടറിനെ ഞാൻ കൺസൾട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോക്ടർ അശ്വതിയെ പരിചയപ്പെടുന്നത്. അങ്ങനെ ഞാൻ ഡോക്ടർ അശ്വതിയായിട്ട് സംസാരിച്ചു. അശ്വതി എനിക്ക് കുറേ ടാബ്ലറ്റ്സും ഹെയർ ക്രീമും അതിനുള്ള ട്രീറ്റ്മെൻറ്റും എല്ലാം ഡോക്ടർ അശ്വതി അടുത്താണ് വന്ന് ഞാൻ എടുക്കാറുള്ളത്. റീജിയൻ കെയർ എന്ന് പറയുമ്പോൾ റീജനറേറ്റീവ് മെഡിസിൻ. നമ്മൾ പൊതുവെ കാണുന്ന മെഡിസിൻ അല്ലെങ്കിൽ നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് രീതി എന്ന് പറയുന്നത്, ഒരു അസുഖം വരുന്നു, അതിനെ പ്രതിരോധിക്കാനുള്ള മരുന്ന് തരുന്നു, നമ്മൾ മരുന്ന് കഴിക്കുന്നു, ബെറ്റർ ആകുന്നു. ബട്ട് റീജനറേറ്റീവ് മെഡിസിൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സംതിങ് വേർ യു ടേക്ക് വാട്ട് എവർ ഇസ് ദെയർ ഇൻ യുവർ ബോഡി, പുട്ട് ഇൻ എ ലിറ്റിൽ ബിറ്റ് മോർ മെഡിസിൻ ആൻഡ് ദെൻ യു റീജനറേറ്റ് യുവർ ബോഡി ഓർ ക്രിയേറ്റ് തിങ്സ് ഇൻസൈഡ് യുവർ ഓൺ ബോഡി വിച്ച് ഇസ് ഓൾറെഡി എക്സിസ്റ്റിംഗ്. ഒരു പേഷ്യന്റ് വരുന്നതിനനുസരിച്ച് ആ പേഷ്യന്റിന്റെ നീഡ്സ്, റിക്വയർമെന്റ് അതായിരിക്കും ഞാൻ ആദ്യമായിട്ട് ചോദിക്കാം. ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ നേരെ വന്ന് ഇതാണോ ആക്നെയാണോ പ്രശ്നം, എന്നാ പിന്നെ നിങ്ങൾ ഈ മരുന്ന് യൂസ് ചെയ്യൂ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഇതിനൊരു ഫുൾ സൈക്കിളായിട്ട് വാട്ട് ഓൾ ക്യാൻ യു ടാർഗറ്റ്, ബി ഇറ്റ് ദ പേഷ്യൻസ് മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, ഡയറ്റ്, ദ വർക്ക്ഔട്ട്, എല്ലാ പ്ലാനും. അതുകൊണ്ട് തന്നെ അശ്വതിയിലത്തെ ഒരു കൺസൾട്ടേഷൻ വന്ന 1/2 മണിക്കൂർ ഗോസ് ഫോർ ഈച്ച് പേഷ്യന്റ്, വിച്ച് ഐ എം വെരി പ്രൗഡ് ഓഫ്. നമ്മുടെ ഒരു വീട്ടിൽ വന്നിരുന്ന് ചെയ്യുന്ന അതേ ഒരു രീതിയാണ് ഇവിടെ തന്നെ വരാൻ കാരണം ബിക്കോസ് ഓഫ് അശ്വതി.